സ്റ്റേബിൾ ഇല്ലാത്ത സക്സസ് ആകാത്ത ആൾക്കാർ ഈ ഭിക്ഷക്കാരൻ്റെ അവസ്ഥയാണ്. മെൻ്റലി അയാൾ ഭിക്ഷക്കാരൻ്റെ അവസ്ഥയാണ്. ആ ഭിക്ഷക്കാരൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള ഈ അമ്മ കുഞ്ഞിനെ പരിശീലിക്കുന്ന പോലത്തെ മെത്തേഡ്സ് നമ്മൾ ആഡ് ചെയ്യും. ജീവിക്കാൻ വേണ്ടിയാണ് അവരെല്ലാം ഗൾഫിൽ പോയത്, അല്ലെങ്കിൽ മറ്റു നാടുകളിൽ പോയത്. അവിടെ പോയിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാതെ മടങ്ങി വരിക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസം ഉള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലൊരു വാക്കോ അല്ലെങ്കിൽ ഒരു സംസാരിക്കാൻ ഒരാൾ അല്ലെങ്കിൽ കേൾക്കാൻ ഒരാൾ ഉള്ളതാകുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആശ്വാസം. അല്ലേ, എല്ലാവർക്കും പലപ്പോഴും വേണ്ടി വരുന്ന അതാണ്. അല്ലാതെ വലിയ വലിയ ഉപദേശങ്ങളായിരിക്കില്ല, കേൾക്കാനൊരാള് അല്ലേ. അപ്പൊ അവിടെ അങ്ങനൊരു കാര്യം കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം സാർ ഇത്ര നേരം സംസാരിച്ചപ്പോൾ ബിസിനസ് മെന്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാർ ഇത്ര നാളും നടത്തിയ ക്ലാസ്സുകൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ വിജയിക്കേണ്ട ഒരു വ്യക്തി വേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ആ ഒരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ? ഒരു ബിസിനസ്സുകാരൻ പാലിക്കണ്ടായിരിക്കും 5 കാര്യങ്ങൾ. ഇപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മെന്റർ എന്ന് പറയുമ്പോൾ അവരുടെ പല പല പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ അവരൊന്ന് ഡിസിപ്ലിൻഡ് ആവാൻ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആവാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു 5 ക്വാളിറ്റീസ് എന്തായിരിക്കും? 5 ക്വാളിറ്റീസിൽ ഒന്ന് ഞാൻ പറയണത്, ഒന്ന് പങ്ക്ച്വാലിറ്റി. ഞാൻ ഉദ്ദേശിക്കുന്ന പങ്ക്ച്വാലിറ്റി 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ടൈം മാനേജ്മെൻറ്റ് പക്കയായിരിക്കണം. രണ്ടാമത്തത് ചാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പ്ലാൻഡ് ആയിരിക്കും ഓരോ കാര്യത്തിനെ കുറിച്ച്. പിന്നെയുള്ളത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. നമ്മുടെ ജീവിതം സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതായത് ടൈം പാലിക്കണ ഒരാൾ പക്ഷേ എല്ലാം കുത്തൊഴിഞ്ഞ് ജീവിതമാണ്. അയാളുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ പറയാം അയാൾ അവിടെ എല്ലാം ഇങ്ങനെ അലസമായിട്ട്. അതായത് ആ ഒരു ജീവിത രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതുപോലെ പങ്ക്ച്വാലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. ടൈം മാനേജ്മെൻറ്റ്, സിസ്റ്റമാറ്റിക്, ചാർട്ടിങ്, ഇതാണ് ഒരെണ്ണം. അടുത്ത് റിസ്ക് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടാവണം. എന്ത് തന്നെ വന്നാലും നമുക്ക് അതിലൂടെ കടന്നു പോകണം. വിജയിക്കാൻ പരാജയപ്പെടാം. നമ്മൾ ഭയക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അല്ലാണ്ട് ഞാനിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത് ട്രെയിൻ പാളം തെറ്റി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും, ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മുൻവിധി വരാണ്ട് നമ്മൾ റിസ്ക് എടുക്കാനുള്ള മൈൻഡ്, അതാണ് രണ്ടാമത്തെ വേണ്ടത്. പിന്നെ മൂന്നാമതുള്ളത് നമ്മൾ ചെയ്യണ പ്രവൃത്തി. ആ ചെയ്യണ പ്രവൃത്തി ബിസിനസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ പ്രവർത്തിനെ ഫോക്കസ് ചെയ്യുന്ന മൈൻഡായിരിക്കണം. ചെയ്യുന്ന പ്രവർത്തിനെ ഫോക്കസ് ചെയ്യുക. അതല്ലാണ്ട് പണത്തിനെ കയറി ഫോക്കസ് ചെയ്ത് നമ്മളിങ്ങനെ ബിസിനസ് നല്ല പക്കയാണെങ്കിൽ ഉറപ്പായിട്ടും അത് സ്ലോ ആണെങ്കിലും നമുക്ക് പ്ലെൻറ്റി ഓഫ് മണി ചെയ്യുക. അങ്ങനെ പ്ലെൻറ്റി ഓഫ് മണി നമുക്ക്. പിന്നെ അതാണ് മൂന്നാമത്തെ. നാലാമത്തെ, നമ്മൾ ചെയ്യാൻ പോണേ ചിലപ്പോൾ തെറ്റായിരിക്കും, ശരിയുണ്ടാവും. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ ആളുടെ അടുത്ത് പോയി അഭിപ്രായം ചോദിക്കരുത്. നമ്മൾ ചെയ്യാൻ പോണ ബിസിനസ് ആയിക്കോട്ടെ, നമ്മൾ വേറെ ആളുടെ അഭിപ്രായം ചോദിക്കരുത്. പക്ഷേ ചെയ്യാൻ പോണ കാര്യത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും സ്റ്റഡി ചെയ്യാം. നമുക്ക് സ്റ്റഡി ചെയ്യാം. പക്ഷെ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകണേണ്, അത് നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കരുത്. കാരണം അയാൾ പാർട്ണർഷിപ്പ് അല്ലാണ്ട് ചോദിക്കും. ചിലവരെന്ത് അറിയാം, ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ വേറെ ബിസിനസ് ചെയ്യുന്ന ഒരാളെ പോയി ചോദിക്കും, അത് ഈ ബിസിനസ് എങ്ങനെയാണ് പോകണം, ഇത് ചെയ്ത് എങ്ങനെ മെച്ചം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ജഡ്ജ് ചെയ്യണതാണ്. അയാൾ ആഗ്രഹമാണ് അയാൾ ചെയ്യുന്നത്. ഇത് തുടങ്ങാനുള്ള പറയുകയാണെങ്കിൽ അയാൾ പറയും ഒരു രക്ഷയില്ല, അത് ഒക്കെ ചെയ്താലൊന്നും പാടാണ്, ഞങ്ങളിതിനൊക്കെ ഒരു കണക്കിനാണ് പോകണം. ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, അത് പറഞ്ഞിട്ട് ചിലപ്പോൾ പിന്മാറും. അതേസമയം ചിലവരിപ്പം നല്ലതാണെന്ന് പറയാം, അയാൾ അവതാളത്തിലായിരിക്കും ചിലപ്പോൾ. അങ്ങനെ പറയും ഇല്ലല്ലോ കുഴപ്പമില്ല, അത് കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ അയാൾ പറഞ്ഞിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അവതാളത്തിലാവും. അപ്പോൾ അവനോൻ തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ് ആർജിക്കണമെങ്കിൽ അഭിപ്രായം ചോദിക്കേണ്ട രീതി വരുന്നത്. അപ്പോൾ ഒന്ന് നാലാമത്തെ അല്ലേ, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതാണ് നാലാമത്തെ കാര്യം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ആരോടും പറയാണ്ടിരിക്കുക. നമ്മൾ അച്ചീവ് ചെയ്യാൻ പോണ കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ ആഗ്രഹങ്ങളാണ്. ഇപ്പോൾ ബിസിനസ്സിൽ ഇപ്പോൾ അടുത്ത നമുക്ക് ഇത്ര ടേൺ ഓവർ ഈ മാസം നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയണം അവിടെ ഇത്രയും ബിസിനസ് നടന്നിട്ടുണ്ട്, അടുത്ത മാസം എനിക്ക് ഇത്ര ഇൻകമിങ്ങാണ് വരും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ ബിസിനസ്സിലുള്ള സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകണം എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മുടെ വായ കൊണ്ട് പബ്ലിക് ആക്കരുത്, വേറെ ആളോട് ഷെയർ ചെയ്യരുത്. പക്ഷേ ആൾക്കാർ കണ്ടുപിടിച്ചോട്ടെ, ആൾക്കാർ കാണും. ഇപ്പോൾ ഞാൻ ഒരു കാർ വാങ്ങിക്കാൻ പോകണം, ഇപ്പോഴേ കൊട്ടി പോയിച്ചിട്ട് അടുത്ത വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ 6 മാസം കഴിയുമ്പോൾ വരും. ഇത് വന്നു കഴിയുമ്പോൾ ആൾക്കാർ അനുഭവിച്ചോട്ടെ. പക്ഷേ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ചിലവരോട് ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ മലയാളികൾക്കുള്ള രീതി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ചെറിയ അച്ചീവ്മെൻറ്റ്സ് വരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന ഹോട്ടലിലാണ്, ഞാൻ ഇന്ന ഇതാണ്. ആ ഹാബിറ്റ് ഒരിക്കലും ഒരു ബിസിനസ്സുകാരനെ വളർത്തൂല. ഒരു ബിസിനസ്സുകാരനാകുന്ന ആളാണെങ്കിൽ അതാവില്ല. കാരണം അതൊക്കെ എപ്പോഴും നല്ലതല്ല. കാരണം എല്ലാ മനുഷ്യർക്കും പവറുണ്ട്. എല്ലാവരും നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും വർക്ക് ചെയ്യുന്ന സിസ്റ്റമുണ്ട്.
അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ ശ്രദ്ധിക്കേണ്ട 5 കാര്യം പറഞ്ഞുകൊണ്ട് 5 ഞാൻ പെട്ടെന്ന് പറഞ്ഞാണ്. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം അവരുടെ ലൈഫിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കില്ലേ, ഒരാൾക്ക് സ്വയം ആർജിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ആർജിക്കുക എന്നുള്ളതെല്ലാം നമ്മളുടെ ഈ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്ങിൽ ഉണ്ടാവും. അതാണ് ഇപ്പോൾ വലിയ ബിസിനസ്സുകാരന് പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഫാൾട്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യം പരാജയപ്പെട്ടാലും ഇതെല്ലാം ബാലൻസ് ആയിട്ട് വരണം. നമ്മൾ സ്റ്റേബിൾ ആകണ്ടേ, നമ്മൾ ബിസിനസ്സിൽ സ്റ്റേബിൾ ആകണം. അതുപോലെ നമുക്ക് എല്ലാ വർഷവും നമുക്ക് വരുമാനം കയറണം. അതാണ് ഒരു ബിസിനസ്സുകാരൻ്റെത്. പിന്നെ വേരിയേഷൻസ് വരും, ബിസിനസ്സിൽ ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ നമ്മുടെ മൈൻഡ് ഡൗൺ ആകാൻ പാടില്ല, നമുക്ക് കൂളായിരിക്കണം. ഇപ്പോൾ ഞാൻ യൂസുഫ് അലി സാറിനെയൊക്കെ നോക്കി, ഞാൻ ഉദാഹരണം യൂസുഫ് അലി സാറിന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ പുറമൊന്നും അദ്ദേഹം പോകില്ല. അദ്ദേഹം സ്റ്റേബിളാണ്, കാരണം അദ്ദേഹം സ്ട്രൈറ്റ് ഫോർവേഡാണ്. യൂസുഫ് അലി സാറിൻ്റെ ബിസിനസ്സിലേക്ക് നമ്മൾ ആവശ്യക്കാരായിട്ട് ചെയ്യുന്നത് ഇല്ലേ. ഇപ്പോൾ ചില ആൾക്കാർ പറയും, അതായത് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ്സിൽ രക്ഷപ്പെട്ടുകൊണ്ടെന്ന് പറയും. പക്ഷേ ആ ഒരു ഇതുപോലും മിസ്റ്റേക്കാണ്. കാരണം അയാളുടെ മൈൻഡ് സെറ്റാണ് അയാളാക്കണം. അതിൽ കുറേ മൈൻഡ് സെറ്റ് കണക്റ്റഡ് ആവും. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ സിനിമ ഇപ്പോൾ പൃഥ്വിരാജ് ഡിസ്ട്രിബ്യൂട്ടറാണ്, ഡയറക്ടറാണ്, പണ്ട് നടൻ മാത്രമായിരുന്നു. അപ്പോൾ 20 കൊല്ലം മുമ്പ് അങ്ങനെയായിട്ട് തോന്നുന്നു, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. 20 കൊല്ലത്തിന് ശേഷം 20 കൊല്ലത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ ആകണം എന്നുള്ളൊരു വീഡിയോ കേട്ടല്ലേ, മേഡം കേട്ടല്ലേ. അവിടെ എന്താ പറഞ്ഞാൽ, എനിക്ക് ഡിസ്ട്രിബ്യൂട്ടറാണ്, സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, ഞാൻ സംവിധാനം ചെയ്യുമെന്നാണ് പുള്ളി പറഞ്ഞത്. അത് പൃഥ്വിരാജിൻ്റെ മൈൻഡ് സെറ്റാണ്. അല്ലാണ്ട് ഇപ്പോൾ പറയണം ഞങ്ങൾക്ക് സിനിമ കാണാൻ കൊണ്ടാണ് പൃഥ്വിരാജൊക്കെ ഇന്ന് വലിയ നടനായത് എന്ന് പറഞ്ഞാൽ അത് ആ പ്രവൃത്തി നടന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് ഇന്ന് സിനിമക്ക് പോയേക്കാം, പൃഥ്വിരാജിനൊന്ന് സഹായിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ആരും സിനിമക്ക് പോകുന്നില്ല. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ നമ്മൾ പൈസ മുടക്കുന്നു. പക്ഷേ പൃഥ്വിരാജിൻ്റെ മൈൻഡ് സെറ്റാണ് പൃഥ്വിരാജിനെ സക്സസ് ആക്കണം എന്ന് പറഞ്ഞ പോലെ ഒരാളുടെ മൈൻഡ് സെറ്റ് അതാണ് ഒരാളെ വിജയിപ്പിക്കണം. അതിൽ കുറേ ആൾക്കാർ പങ്കാളികളാവും. ഞാനിപ്പോൾ ചിന്തിച്ചു, പക്ഷേ പൃഥ്വിരാജ് 20 വർഷം മുമ്പേ പറഞ്ഞാൽ ഇനി 20 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴേ പറയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇല്ല, അത് പറയണ്ടായിരുന്നു. എന്താ പറയുക, അത് എൻ്റെ ഒരു ഇതിൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഇങ്ങനെ ആകണമെന്നുള്ളത്. പക്ഷേ എൻ്റെ ഇതിൽ അത് പറഞ്ഞത് കൊണ്ടും അവിടെ ചിലപ്പോൾ കുറേ ആൾക്കാർ അഹങ്കാരികളാണെന്ന് പറയുന്ന രീതി, അഹങ്കാരിയാണ് പുള്ളി അങ്ങനെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു ഹാബിറ്റ് നല്ലതല്ല. കാരണം അത് സിനിമാ മേഖലയിലുള്ള ആളായതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു. അതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മറുപടി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഇന്റർവ്യൂ കണ്ടു എന്തെങ്കിലും പറയണ്ട, ഒക്കെ ഹൈഡായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം മമ്മൂട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ ഹൈഡായിരിക്കും. കാരണം അവർ കുറേ കൂടി ജീവിതത്തിൽ പഠിച്ചു. അപ്പോൾ അവിടെ ഞാൻ കുറ്റപ്പെടുന്നില്ല, ഞാൻ കുറ്റപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞാൽ ആ മോഹൻലാൽ എല്ലാം ഹൈഡായിരിക്കും. മോഹൻലാൽ പക്ഷേ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കും. അതാണ് കറക്റ്റ് ശരിക്കും. അപ്പോൾ ആ രീതി. അപ്പോൾ ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ടതിൽ മാഡം പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറച്ച് ടിപ്സാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാഡം പറഞ്ഞ പോലെ ഇപ്പോൾ ബിസിനസ്സിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് പറഞ്ഞൊരു വലിയൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ കൂടെ നിൽക്കുന്നവരെ കൂടെ ചേർത്ത് പിടിക്കണം, അല്ലെ ചേർത്ത് നിർത്തണം. അല്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോകുമ്പോൾ ആരും കാണില്ല, അല്ലെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണില്ല എന്നുള്ളത് റൈറ്റാണ്. കാരണം എന്താ പറയുക, നമുക്ക് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാഡം, ഇപ്പോഴും എൻ്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു അതായത് ഞാനായിട്ട് കണക്ട് ചെയ്തിരിക്കണവർക്ക് എന്നെക്കൊണ്ട് ഇത് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പ് ട്രെയിനിങ് പോലും ഇങ്ങനെ ആയേക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ അതിലെല്ലാം ഫീഡ്ബാക്കാണ് ഒരാളിട്ടാണ്. ഇപ്പോൾ ഞാൻ തന്നെ പറയുമ്പോൾ അത് ഇതായി പോകാൻ ചിന്തിക്കരുത്. ഗ്രൂപ്പ് ട്രെയിനിങ് ഒരാളിട്ട ഫീഡ്ബാക്കാണ്. ഞാൻ ഇന്ന പോലെ കുറേ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താണ്. ഞാൻ പറഞ്ഞാൽ അതെല്ലാം നല്ലത് തന്നെയാണ്. എല്ലാ ട്രെയിനേഴ്സും നല്ലതാണ്. ഒരു ചവിട്ടുപടിയാണ് എല്ലാവരും നന്മയുണ്ട്, എല്ലാ ട്രെയിനേഴ്സിനും നന്മയുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വന്നപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ ഇങ്ങനെ ട്രെയിനിങ് പോലെയൊക്കെ ചെയ്തിരുന്ന വെച്ചാളാണ്, സൈക്കോളജിസ്റ്റുകളുടെ അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുള്ള ആളാണ്. പക്ഷേ എന്നിട്ട് ഇങ്ങും ആയില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി, നമ്മളിങ്ങനെ ധൃതി പിടിച്ചിട്ട് കാര്യമില്ലെന്നും. പിന്നെ ബെന്നി എന്ന് പറയുന്ന ഈ വ്യക്തി ചെയ്യുമ്പോൾ ഈ നിശ്ചിത ഫീസ് ഇല്ലാണ്ട് പോകണമെന്ന് അവിടെ പണത്തിനെ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പം നമ്മയും പഠിക്കേണ്ട പാഠം അതാണെന്നും, എന്നാൽ പണം ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. പക്ഷേ അതിലെത്താൻ വേണ്ടി നമ്മയുടെ സർവീസ് നന്നാക്കിയാൽ മതി എന്നുള്ളതില്ല. അപ്പോൾ പുള്ളി തന്നെ പറയണത്, ബെന്നി വേണമെങ്കിൽ മാസം 1000 രൂപ എന്ന് പറഞ്ഞ് ഫീസ് ഇട്ട് കഴിഞ്ഞാൽ ഈ 300 പേര് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, എത്ര എമൗണ്ട് വരും പുള്ളി പറയണേ. അപ്പോൾ ഇവിടെ അത്ര എമൗണ്ട് വരും, അപ്പുറം 10 പേര് പോകാൻ ചിലപ്പോൾ. പക്ഷേ എന്നാലും 10 പേരുടെ എമൗണ്ട് വരാം. പക്ഷേ ഞാൻ അവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ചെയ്യണ പ്രവർത്തി സ്ട്രേറ്റ് ഫോർവേഡ് ആക്കുക. അതുപോലെ മാഡം പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിൽക്കണവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന പോലെ ഈ നമ്മളുടെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മളിൽ കണക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഞാൻ പോയ അനുഭവത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കണം, അവരെയും കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇത് ചെയ്യണം. കാരണം ഞാൻ വന്നത് അങ്ങനെയാണ്. അതെൻ്റെ കഴിവെന്ന് അറിയിച്ചിട്ടല്ല. മാഡം പറഞ്ഞ പോലെ ഗിഫ്റ്റഡ് എന്ന് പറയുന്ന പോലെ എനർജി ഇങ്ങനെ വർക്ക് ചെയ്ത് എല്ലാ മനുഷ്യരും ഇത് വർക്കിങ്ങാണ്. എൻ്റെ ഞാൻ എക്സ്പീരിയൻസിൽ വന്ന് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. ആ അനുഭവം തന്നെ ഇന്ന് ഞാനതെല്ലാം ആയിട്ടാണ് പറയുന്നത്. ഒരു ബിസിനസ്സുകാരുടെ മെൻറ്ററാകുമ്പോൾ ഈ ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് എങ്ങനെ കൊണ്ടുപോകാന്നുള്ള എക്സ്പീരിയൻസ് ജീവിച്ചിട്ടാണ് പറയണം. ഞാനകത്തൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് പോണത്. പിന്നെ അതിലിപ്പോൾ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ 2 കൊല്ലം മുമ്പ് വന്ന 3 കൊല്ലമായിട്ട് വന്ന ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. അവരിന്നും കണ്ടിന്യൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു എനിക്ക് അത്ഭുതം തോന്നിയേക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതിൽ എന്നെ പരിചയപ്പെടുത്തിയത് ഏറ്റവും വലിയ ബിസിനസ്സുകാരനെ. ആ ബിസിനസ്സുകാരൻ പരിചയം ഞങ്ങളുടെ ബിസിനസ്സിൽ കണക്ട് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇയാൾക്ക് കുറച്ച് പോരായ്മകളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെല്ലാവരും പോരായ്മകളാണല്ലേ. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ, പെട്ടെന്ന് ബെന്നി സാറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ അങ്ങനെ ഈ പുള്ളി വെൽ ഡ്രസ്ഡ് ആയിരിക്കില്ല.
വെൽ ഡ്രസ്സ് അല്ല എപ്പോഴും. പക്ഷെ ഞങ്ങളുടെ ബിസിനസ് അത്രയും ഇൻ്റർനാഷണൽ ലെവൽ ബിസിനസ് ആയതുകൊണ്ട് വെൽ ഡ്രസ്സ് ആയിരിക്കണം. പിന്നെ സംസാരം കുറച്ച് കൂടുതലാണ്. അതുപോലെ ചിലപ്പോൾ ഷേവ് ചെയ്തിട്ടുണ്ടാവില്ല, നല്ല പെർഫ്യൂം അടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ബിസിനസ് ഇൻ്റർനാഷണൽ ബിസിനസ്സായിട്ട് അതിന് പറ്റിയ ടൈപ്പ് ആളല്ല ഇത്. പക്ഷെ ആൾ നല്ല മൈൻഡൊക്കെ ഉള്ള ആളാണ്. ഇതാ പറഞ്ഞത്. അത് ശരിയാണെന്ന് ഞാൻ ബോധ്യപ്പെട്ട അങ്ങനെ അറിയാമോ, ഈ ആൾ കണക്ട് ചെയ്തിട്ട് അഭിനയ് സാറിനെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് മെസ്സേജ് ഇട്ടു, സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, സാറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കും, പേയ്മെൻറ്റ് അഡ്വാൻസ് അടക്കണ രീതിയാണ്. ശരി എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തു. പക്ഷേ ഇയാൾ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യണം 1 കൊല്ലം കഴിഞ്ഞിട്ട്. പൈസ ഇട്ടില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാനും വന്നില്ല. അപ്പോൾ ആ പരിചയപ്പെടുത്തിയ പുള്ളി പറഞ്ഞത് ശരിയല്ലേ, അത്രയും തോൽവിയായിട്ടുള്ള ഒരാളായിരുന്നു ശരിക്കും. 1 കൊല്ലം കഴിഞ്ഞിട്ട് സാർ പണ്ട് പരിചയപ്പെടുത്തി ഓർമ്മയുണ്ടോ, അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ക്ഷമിക്കണം, എനിക്കിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് വന്നു. പക്ഷേ ഇന്നിപ്പോൾ 2 വർഷമുണ്ട് പുള്ളി വന്നിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ്. മറ്റേ ആൾ 3 വർഷം, കാരണം 1 വർഷം പുള്ളി ഇതാക്കി കളഞ്ഞാൽ. മറ്റേ പുള്ളി വന്നതിൻ്റെ ഇടയിലാണ് വന്നത്. അങ്ങനെ ഇന്ന് പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പുള്ളി ഫോളോ അപ്പ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളായിരുന്നു. ഈ ബിസിനസ്സിലൊക്കെ വന്നിട്ടുള്ള അറിവുകളേ ഉള്ളൂ. പുള്ളി അങ്ങനത്തെ ഒരു ശൈലിയായിരുന്നു. പക്ഷേ ഇന്ന് പുള്ളി ഒരു ബ്രാൻഡഡ് പേഴ്സണാണ്. ഞാൻ പറയണത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, എൻ്റെ എന്നുള്ള വേർഡൊക്കെ ഞാൻ ശീലിച്ചു പോയതുകൊണ്ട് പറയണം. ഈ യൂണിവേഴ്സൽ പവർ സിസ്റ്റത്തിൽ വന്നു, പേഴ്സണൽ ട്രെയിനിങ് പുള്ളി എടുത്തതാണ്. ഇന്ന് എല്ലാ 2 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ 2-3 പ്രാവശ്യം ഗൾഫിലേക്ക് പുള്ളിനെ വിളിപ്പിക്കണം. എന്തിനാണെന്നറിയാം, പുള്ളി ടോക്ക് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് അട്രാക്ഷൻ എന്ന് പറയുന്നത്. സംസാരിച്ചാൽ ഓവറായിട്ട് സംസാരിക്കണമായിരുന്നു, വെൽ ഡ്രസ്സിലല്ലായിരുന്നു. ഇന്ന് പുള്ളിയുടെ പ്രസൻസ് തന്നെ ആൾക്കാർക്ക് ഫയറാണെന്ന് പറയണം. അപ്പോൾ പുള്ളി കൂടുതൽ റിസ്ക് എടുത്ത് പുള്ളിനെ ക്ലാസ്സിന് വേണ്ടി വിളിക്കണം. അവിടെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സിൽ പുള്ളിയും കൂടി അസോസിയേറ്റഡ് ആണ് ഇപ്പോൾ. ആ പുള്ളി ബ്രാൻഡാണ്, ബ്രാൻഡഡ് പേഴ്സണാണ്, ധരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ബ്രാൻഡഡാണ്, നല്ല മെച്യൂരിറ്റിയായി, സംസാരിക്കണമെങ്കിൽ നല്ല മെച്യൂരിറ്റിയായി. എനിക്ക് ശരി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ശരിക്കും. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പുള്ളിയുടെ റെഫറൻസ് എല്ലാവരോടും പറയും. കാരണം എന്താ അറിയാമോ, എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരാൾ അത്രയും താല്പര്യം എടുത്ത് പരിചയപ്പെടുത്തിയിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ പൈസ ഇടാൻ വന്ന ആളാണ്. ആ ആളിന്ന് അത്രയും കണ്ണിങ്ങാണ്, ബിസിനസ്സുകാരെന്ന് എനിക്ക് നന്നായിട്ട് പറയാം. അത്രയും പക്ക ഡീലാണ്. അപ്പോൾ അത് ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം. അതല്ലാണ്ട് സാധാരണക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലേഡി, ആ ലേഡി എന്ന് പറയുമ്പോൾ അവർക്കൊരു പറയാനുള്ള ടൈം ഉണ്ടാവോ അല്ലേ, അതുകൂടി പറഞ്ഞേക്കാം. അവർ ഓൾറെഡി 54 വയസ്സുള്ളപ്പോൾ വന്നപ്പോൾ ആ ലേഡി എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട ലൈഫായിരുന്നു. ഭർത്താവ് മരിച്ചു പോയതായിരുന്നു, ഒരു മോളുണ്ടായിരുന്നു. ആ മോളെ കെട്ടിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അങ്ങനെ കുറേ തയ്യലിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്ത് അങ്ങനെ അവർ ആ ഒരു അവസ്ഥയിലായി. മോളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ട ലൈഫായി. അപ്പോൾ അവർക്കൊരു ശൂന്യത ബോധം വന്നു. അങ്ങനെയൊക്കെ ടൈമിലാണ് ഞാനായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നു. അപ്പോൾ നമ്മൾ ഈ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യിക്കുമല്ലോ. അപ്പോൾ എപ്പോഴും ലൈഫ് ഗോൾ പവർ കൊണ്ട് സെറ്റ് ചെയ്യിക്കണം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയാൻ പോണ സീക്രട്ടാണ്. ഞാൻ കുട്ടിക്കാലത്തുള്ള എന്തെങ്കിലും നടക്കില്ലെന്ന് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ലൈഫ് ഗോൾ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എങ്ങനെ സാധിക്കുന്നത്, അങ്ങനെയുള്ളതാണെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളതായിരുന്നു കുട്ടിക്കാലത്ത് ഉണ്ടായ സംഭവം. അതൊക്കെ ഈ വയസ്സം കാലത്ത് നടക്കും. നമ്മൾ അത് നിങ്ങൾ അറിയണ്ട, കാരണം നിങ്ങളത് നടക്കില്ല എന്നുള്ള അറിയണ്ട. ഇത് പവറിനെ ഓണാക്കാൻ വേണ്ടിയാണ് ഞാൻ ലൈഫ് ഗോൾ സെറ്റ് ആക്കുന്നത്, നമ്മളുടെ പവറിനെ. അങ്ങനെ അന്നേരം ആ ലേഡി എനിക്ക് ഈ സിനിമയിൽ എത്താൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ സെലിബ്രിറ്റി ആണോ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ പ്രാക്ടീസ് തുടങ്ങി. എനിക്ക് 1 ഇയർ കഴിഞ്ഞപ്പോൾ അവർ ഒരു TV പ്രോഗ്രാമിൽ വന്ന സിറ്റുവേഷനിലോട്ടായി. TV പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതോടെ സെലിബ്രിറ്റി റേഞ്ചിലായവർ. പിന്നീട് അവർ സീരിയലിൽ അഭിനയിക്കണതിലോട്ട് എത്തി. പിന്നീട് അവർ ഷോർട്ട് ഫിലിം അഭിനയിക്കണമെത്തി. ഇതൊക്കെ ഒരു 2 വർഷം 3 വർഷമൊക്കെ എടുത്തിട്ടാണ് ആയതാണ് കേട്ടോ. പക്ഷേ എന്നാലും 54 വയസ്സായിരുന്നു അവർ വരുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ലൈഫ് ഗോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ പറയുക, സാറേ എനിക്ക് ആരോഗ്യസ്ഥിതി വെച്ചിട്ട് എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്, കൂടിയൊന്നൊരു 10 കൊല്ലം കൂടിയൊക്കെ ഞാൻ ജീവിക്കുള്ളൂ, സാറ് അതൊക്കെ വിടും, സാറ് എനിക്കിപ്പോൾ മനസ്സിനൊരു സമാധാനം സന്തോഷം കിട്ടിയാൽ മതി, പിന്നെ ഒറ്റപ്പെടലൊക്കെ ഒന്ന് മാറണം, അതിനുള്ളതാണ് ഞാൻ അതിനുള്ള തന്നെ. അത് നിങ്ങൾക്ക് സ്റ്റേബിൾ ആണെങ്കിൽ പോലും നിങ്ങൾ അതിന് മേലെ സെറ്റ് ചെയ്താലേ എത്തുള്ളൂ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ അതിന് മേലെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാണ് അവർ സെറ്റ് ചെയ്തത്. ഇന്ന് അവർ ഞാൻ പേരൊന്നും പറയില്ല, അവരിപ്പോൾ ഒരു പ്രമുഖ നടൻ്റെ സിനിമയിൽ ഒരു വേഷം ചെയ്തു കഴിഞ്ഞു. അതുകൂടാണ്ട് അവർക്ക് നല്ല ഒരു അഭിനേതാവാണ് ഇപ്പോൾ അവർ. ഷോർട്ട് ഫിലിം അങ്ങനെയുള്ളതിലൊക്കെ ചെയ്യണം. എന്നെ സംബന്ധിച്ച് അത് എനിക്ക് പോലും അത്ഭുതപ്പെടുത്തിയ ഒരു ഇതാണ്. കാരണം ആ ഏജിൽ നിന്നിട്ട് പോലും അവരൊരു സെലിബ്രിറ്റി റേഞ്ചിലോട്ടായി. ഞാൻ പേരൊന്നൊക്കെ പറയാത്തത് ഇതാക്കാം ഞാൻ, കാരണം അവർക്കത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊരു കാര്യം. അതുപോലെ തന്നെ കല്യാണക്കാരും ഒരു ഗൾഫ് മലയാളിയാണ്, ഒരാണായിട്ടുള്ള ആൾ. പുള്ളി എൻ്റെ അടുത്ത് 2.5 കൊല്ലം മുമ്പ് വന്നതാണ്. ആദ്യത്തെ ഒരു ഭാര്യ ഡിവോഴ്സായിരുന്നു, രണ്ടാമതിന് ഒരു കല്യാണമേ നടക്കൂലെന്ന് പുള്ളി തീരുമാനിച്ചുറപ്പിച്ചു. കാരണം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, പുള്ളിക്ക് കുറേ കുറവുകളും പോരായ്മയൊക്കെ വെച്ചിട്ട് സാറേ കുറച്ച് ഉൾവലിയും ക്യാരക്ടറാണ്, ഇൻട്രോവേർട്ടാണ്. പുള്ളി പറഞ്ഞാൽ ഞാൻ പാവപ്പെട്ടൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടാണ് ആദ്യത്തെ നടന്നത്. പക്ഷേ ഇപ്പോൾ ഡിവോഴ്സ് ആയപ്പോൾ നാട്ടുകാർ അറിഞ്ഞല്ലോ. അപ്പോൾ ഇനി എന്തായാലും ഒരു പാവപ്പെട്ട പെണ്ണ് പോലും എൻ്റെ അടുത്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ട് സ്വസ്ഥമായിട്ടുള്ള ജീവിതം വേണമെന്ന് പറഞ്ഞു. ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പുള്ളി വന്നു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു, താൻ ഈ പറയുന്നത് നടക്കണമെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന പവർ കൊണ്ട് സെറ്റ് ചെയ്യണതിലേക്ക് എത്തണം, എങ്കിലും നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി കട്ടൊക്കെ സമ്മതിക്കില്ല. സാർ എന്ത് പറഞ്ഞാലും കൊള്ളാം, അതൊന്നും എനിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, 2 കൊല്ലം എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ താൻ സ്റ്റേബിളാണ്. കല്യാണം കഴിച്ചാലും ആ
തനിക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്, അതെല്ലാം തനിക്ക് കറക്റ്റാക്കാൻ പറ്റും. അതെല്ലാം കറക്റ്റാക്കണമെങ്കിൽ എൻ്റെ ഒരു ഇതിൽ 2 കൊല്ലെങ്കിലും ക്ലാസ് പോകേണ്ടി വരും. ആ 2 കൊല്ലം കൊണ്ട് താൻ ഭയങ്കര പക്ക പോസിറ്റീവ് ആവും, പവർഫുൾ ആവും. അത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ സപ്പോർട്ടും കൊണ്ടാവും എന്നൊരു ഗ്യാരണ്ടി കൊടുത്തു. പക്ഷേ ആ 2 കൊല്ലത്തേക്ക് താൻ കല്യാണക്കാരും മിണ്ടരുത്. 2 കൊല്ലത്തിനുള്ളിൽ തൻ്റെ കല്യാണം ഞാൻ തന്നെ മുൻകൈയെടുത്ത് നടത്തി തരാം. അങ്ങനെയാണെങ്കിൽ വിശ്വാസമാണെന്ന് ചോദിക്കും. അല്ലേ? സാറ് നടത്തി തരുമെങ്കിൽ വിശ്വാസമാണ്. സാറ് വാക്ക് മാറ്റരുത്. കാരണം ഒരു സാധാരണക്കാരനാണ് പുള്ളി. നമ്മൾ വാക്ക് മാറ്റില്ല, ഓക്കെ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് ഞാനൊരു സത്യം പറഞ്ഞാൽ അത് ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണം, എൻ്റെ കല്യാണം സാറ് ഒരിക്കലും നടത്തൂല. നമ്മൾ താൻ എന്താ അങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ ആര് നടത്തും? എനിക്കിപ്പോൾ മനസ്സിലായി എന്താണ് യൂണിവേഴ്സൽ പവർ, എന്താണ് എന്നിലുള്ള എനർജി എന്ന്. ആ പവർ തന്നെയായിരിക്കും എൻ്റെ കല്യാണം നടത്തണം. താനത് സ്വയം ജഡ്ജ് ചെയ്യാനുള്ള അവസ്ഥയാണെങ്കിൽ താൻ യൂണിവേഴ്സൽ പവറിൻ്റെ എക്സ്പീരിയൻസിലാണ് ജീവിക്കണം, പറയാണ്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. ഇപ്പോൾ ഭാര്യ പ്രഗ്നൻ്റ്. അപ്പം ഞാൻ പറയണ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. അദ്ദേഹത്തിന് തന്നെ അത് കിട്ടിയെന്നുള്ളതാണ്, നമ്മൾ കൊടുക്കേണ്ടി വന്നില്ല. ഇതിങ്ങനെ വരുള്ളൂ. അതായത് ഞാൻ കല്യാണക്കാരൻ നടത്തി തരാമെന്ന് പറഞ്ഞത് പുള്ളിയുടെ മൈൻഡ് ഞാൻ കൺവേർട്ട് ചെയ്യാനാണ്. ഞാൻ കല്യാണക്കാരൻ നടത്താൻ പോണില്ലായിരുന്നു. കാരണം ഇതെന്താ അറിയോ, നമ്മളുടെ ബുദ്ധിക്ക് മേലെ നമ്മുടെ പവർ വർക്ക് ചെയ്താലാണ് നമ്മൾ സക്സസ്സിലേക്ക് പോകുന്നത്. ഇന്ന് സക്സസ് ആയ എല്ലാ മനുഷ്യരിലും അവരുടെ ബുദ്ധിക്ക് മേലെ അവരുടെ പവർ വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. അവർ ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അതിന് സക്സസ് ആയ ബിസിനസ്സുകാർ നോക്കിക്കുക, ബുദ്ധിക്ക് മേലെ അവർ പവർ വർക്ക് ചെയ്യും. കാരണം അപ്പോൾ പവർ മുമ്പേ സഞ്ചരിക്കും, ബുദ്ധി പുറകെ പോകും. ബുദ്ധി ജഡ്ജ് ചെയ്യണത് ഇന്ന് ചെയ്യണം. അവരുടെ തീരുമാനം കണ്ണിങ് ആയിരിക്കും, ബിസിനസ്സുകാർ എടുക്കുന്ന തീരുമാനം കണ്ണിങ് ആയിരിക്കും. അവർ ഭയങ്കര ഇമോഷണൽ ആവില്ല. ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ എടുത്തു. ഞാനിപ്പോൾ ഈ യൂസുഫ് അലി സാറിനെ പറയണം, നമുക്ക് അഭിമാനമായിട്ട് പറയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പറയണം. അദ്ദേഹം ഭയങ്കര ശാന്തനായിട്ടാണ് സംസാരിക്കുക, ഒരിക്കലും ഇമോഷൻ ആവില്ല. കാരണം അതാണ് അത്രയും കാമാങ്കമായിട്ടായിരിക്കും. അതാണ് ബുദ്ധിനെ സറണ്ടറാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം യൂണിവേഴ്സിന് സമർപ്പിച്ചേക്കണം, അല്ല അള്ളാഹിന് കൊടുത്തേക്കണം. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് അതിൽ നിന്നിട്ടാണ് ഒരു സാധാരണ സിമ്പിൾ ലൈഫ് സ്റ്റൈലും ഒക്കെ ഹൈ ആണെങ്കിലും അവർ മനുഷ്യൻ എന്നുള്ളൊരു സാധാരണക്കാരനെ പോലെ തന്നെ ഡീൽ ചെയ്യണ രീതി അത് അങ്ങനെ എത്തും. അതാണ് റൈറ്റ് വേ. അതാണ് എല്ലാ ദിവസവും സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണ ഒരു ബിസിനസ്സുകാരൻ. അതാണ് ഇപ്പോൾ ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ദരിദ്രനായിട്ട് ജനിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷെ നിങ്ങൾ ദരിദ്രനായിട്ട് മരിക്കുന്നത് നിങ്ങളുടെ കുറ്റമാണ്. അപ്പോൾ നമ്മൾ റിച്ചായിട്ടാണ് മരിക്കേണ്ടത്. റിച്ചായിട്ട് മരിക്കുന്ന പറഞ്ഞാൽ കുറേ പണം കൊണ്ടായിട്ട് മരിക്കണമില്ല. കുറേ പണം കൊണ്ടായിട്ട് ചെയ്യണ കുറേ ആൾക്കാരെ നമുക്കറിയാം. ഒരു മൂലക്കിരിപ്പുണ്ടാവും, സ്വത്തൊക്കെ ഉണ്ടാവും, മക്കൾ പറയാനും കേട്ട് മൂലക്കിക്കണം. അപ്പം നമ്മൾ റിച്ചായിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ റിച്ചായിരിക്കണം, മെൻ്റലി റിച്ചായിരിക്കണം, സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റണം. അതിലേക്ക് എത്തണമെങ്കിൽ ഞാൻ പറയുന്നത് നമുക്ക് വയസ്സാകും തോറുമാണ് സക്സസ് കൂടേണ്ടത്. വയസ്സാകും തോറും നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം. വയസ്സാകും തോറും നമുക്ക് മെൻ്റൽ ഹെൽത്ത് വർദ്ധിക്കണം, പവർഫുള്ളാണ്. എങ്കിൽ നമ്മൾ ആ മരണത്തിൻ്റെ കാലഘട്ടം, അതായത് അവസാന കാലഘട്ടത്തിൽ നമുക്ക് സമാധാനവും സന്തോഷത്തോടെ തന്നെ ഈ ഭൂമിയിൽ വിട പറയുന്ന അവസ്ഥ എത്തണമാണ് ഏറ്റവും വലിയ വിജയം. അതിൽ പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കാരണം ആ വിജയം എത്താനാണ് എല്ലാവർക്കും പാകം. നല്ല ചോരത്തിളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഭയങ്കര സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ അവസാന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണ്ടേ മരണം വരെ. ആ ജീവിതത്തിൽ ഒറ്റപ്പെടണമെങ്കിൽ, ആ ജീവിതത്തിൽ വിഷമിക്കണമെങ്കിൽ, ആ ജീവിതത്തിൽ നമുക്ക് എന്തിനായി എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോലാന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഈ പുറകെ ഓടി കിടന്നതും തലകുത്തി പറഞ്ഞത് എല്ലാം പാഴായിപ്പോവും. അങ്ങനെ വരണമെങ്കിൽ നമ്മളുടെ പവർ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മളെന്ന് പറയുന്ന ഈ ഫിസിക്കൽ ബോഡി എല്ലാം ഔട്ടാവും. അപ്പം നമ്മൾ സമാധാനത്തോടെ, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് പറഞ്ഞ റിച്ചായിട്ട് മരിക്കും അവസ്ഥയിലെത്തും. കാരണം ഇന്നും ബിൽ ഗേറ്റ്സ് അതൊന്നും ഞാനിതൊക്കെ ഇത് പറയാനല്ലല്ലോ, നമ്മൾ കേട്ടറിവ് ഞാൻ പറയണം. ലാഭത്തിൻ്റെ പകുതി ചാരിറ്റി പ്രവർത്തനത്തിന് കൊടുക്കേണ്ടെന്നുള്ളതാണ് നമ്മൾ അറിയണം. അപ്പോൾ അദ്ദേഹം അത്ര ഇത് ചെയ്യണം. അതാണ് നമ്മളുടെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഒരു ചാരിറ്റി മൈൻഡ്. ഇപ്പോൾ മേഡം ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണെങ്കിൽ സാർ അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ചാരിറ്റി മൈൻഡുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു ഡിമാൻഡുകളുമില്ല, ഒരു ഫോർമാലിറ്റികളും ഇല്ല ഡീലിങ്ങിൽ. അതിൻ്റെ അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ഡീൽ ചെയ്യണം. അപ്പോൾ അതുപോലെ ഇത് മനുഷ്യരാകണതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവത്തിൽ നിന്ന് അത് പരിശീലിപ്പിക്കുന്ന ഒരാളായി മാറി. ഇപ്പം മാഡം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവെല്ലാം നമ്മൾ തുടക്കം തൊട്ട് ഇതിലെല്ലാം വന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് നമ്മൾ എങ്ങനെ സ്വയം നമ്മുടെ ഉള്ളിലുള്ള പവർ അല്ലെ ശക്തിയെ തിരിച്ചറിയാം, അല്ലെ ആ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചുറ്റുമുള്ള ആർഭാടങ്ങൾ, സമ്പത്ത്, മറ്റെല്ലാം തന്നെ ഒന്നുമല്ലാതെ ആകും. നമ്മുടെ ആത്മാവെന്ന് പറയുന്ന ശക്തിമത്താകും. അല്ലെങ്കിൽ നമ്മൾ കരുത്തരാകുമ്പോൾ മറ്റുള്ളവരിലേക്കും ആ കരുത്ത് പകരാൻ സാധിക്കും, മറ്റുള്ളവർക്കൊരു കരുതലായി മാറാൻ സാധിക്കും. അതൊക്കെ തന്നെയാണ് സാറ് പറയുന്ന യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാറ് പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഗ്രൂപ്പ് ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. അത് ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് ഓൺലൈനായിട്ട് തന്നെ ചെയ്യുക. അയാളുടെ ഫീസും കാര്യങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ കൊടുക്കുക. അങ്ങനെയുള്ള രീതിയിലൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫീസ് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് സാറ് മുന്നിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ബിസിനസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ടുള്ളവർക്കാണ്, ആർക്കാണെങ്കിലും ഇപ്പം ഈ ഗ്രൂപ്പിൽ 60-65 വയസ്സുള്ളവരുണ്ട്, സ്ത്രീകളുണ്ട്.
ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ സാർ അതിന് സജ്ജനായിട്ടിരിക്കുകയാണ്, കുറേ നാളായി തുടങ്ങിയിട്ട്. അതുപോലെ മാഡം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഐഡിയ ഉള്ളത് മൈൻഡ് മാജിക് ബെന്നി എന്ന് പറഞ്ഞു. അതുപോലെ യൂട്യൂബും ഉണ്ട് മൈൻഡ് മാജിക് ബെന്നി എന്ന് പറഞ്ഞു. ഇപ്പം മൈൻഡ് മാജിക് ബെന്നി, നമ്മൾ തുടക്കത്തിൽ ബെന്നി സാറിനൊക്കെ പറഞ്ഞെങ്കിലും സാറ് അറിയപ്പെടുന്നത് മൈൻഡ് മാജിക് ബെന്നി തന്നെയാണ് അറിയപ്പെടുന്നത്. ബിസിനസ് മെൻറ്ററാണ്. അപ്പം മാജിക്കിലൂടെ വന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് വിതറിയ ഒരു വ്യക്തിയാണ്. അപ്പം യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പറയാനുണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ എറണാകുളത്താണ് സാറിൻ്റെ വീട്. പിന്നെ ഓൺലൈനായിട്ട് ആയതുകൊണ്ടാണ് പിന്നെ കൂടുതലായിട്ടൊന്നും നമ്മളൊക്കെ ഇപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സമയം കാര്യങ്ങളൊക്കെ സാറിന് നേരിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ ക്ഷമയോടുകൂടി കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം.